റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. നിയമസഭയിലേക്ക് കന്നിയംഗത്തിനൊരുങ്ങി നടൻ വിജയ്. ചെന്നൈ നഗരമായ വേളാച്ചേരിയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് TVK വൃത്തങ്ങൾ നൽകുന്ന സൂചന. നഗര കേന്ദ്രീകൃത മണ്ഡലമായതിനാൽ ജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കന്നി വോട്ടർമാരിലും IT ജീവനക്കാരിലും പ്രതീക്ഷ. വിനീതയുണ്ട്. വിനീത, വേളാച്ചേരിയിൽ നിന്നോ വിജയ്? ഡോക്ടർ അരുൺ, ഏറ്റവും നിർണായകമായ വിവരങ്ങൾ TVK വൃത്തങ്ങൾ നൽകുന്നത് ചെന്നൈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലമായ വേളാച്ചേരിയിൽ നിന്ന് കന്നി അംഗത്തിന് വിജയ് TVK അധ്യക്ഷൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ IT പ്രൊഫഷണലുകൾ കൂടുതലുള്ള സ്ഥലമാണ്, യുവാക്കൾക്ക് കൂടുതൽ വോട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിജയ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, തമിഴ്നാട്ടിൽ ജോലിക്കായി ഒക്കെ എത്തി അവിടെ വോട്ട് ചേർക്കുന്ന കൂടുതൽ യുവാക്കൾ നഗര കേന്ദ്രീകൃതമായ വേളാച്ചേരിയിലാണ് ഉള്ളത്. അവരുടെ വോട്ടുകളിലും വിജയ് പ്രതീക്ഷ വയ്ക്കുകയാണ്. ഏതായാലും കന്നി അംഗത്തിനിറങ്ങുമ്പോൾ അതിൽ കന്നി വോട്ടർമാരും കൂടുതൽ തുണയ്ക്കുമെന്ന് തന്നെയാണ് വിജയ് പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, പുതിയ പരീക്ഷണങ്ങൾക്കൊക്കെ വളക്കൂറുള്ള മണ്ഡലമാണ് വേളാച്ചേരി എന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ്. കാരണം കമൽഹാസന്റെ മക്കൾ നീതി മയ്യത്തിന് അവിടെ 13.6% വോട്ട് 2021 തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് 23,000-ലധികം വോട്ടുകളാണ് മക്കൾ നീതി മയ്യത്തിന്റെ സ്ഥാനാർത്ഥി നേടിയത്. അതുകൊണ്ട് തന്നെ വിജയുടെ ജനസ്വാധീനവും ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ഈ തരംഗവും അത് ഒരു 50%-ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വിജയ്ക്ക് ഉറപ്പായും ജയിക്കാമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേളാച്ചേരിയിൽ ഇതുവരെ പരിപാടികളൊന്നും വിജയ് സംഘടിപ്പിച്ചിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ ഒരു വമ്പൻ റാലിയുമായി വിജയ് തന്റെ മാസ് എൻട്രി നടത്തുമെന്നാണ് TVK വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും താഴെത്തട്ടിൽ വേളാച്ചേരിയിൽ പ്രവർത്തനം ശക്തമാക്കാൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട്, അതായത് ജനങ്ങൾക്കൊപ്പം എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് നിർദ്ദേശം നൽകുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡോക്ടർ അരുൺ. അവിടെ DMK AIADMK വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ, ഒപ്പം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി ലഭിച്ചാൽ ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ഒരു രസകരമായ കാര്യമുള്ളത്, വിജയ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ജോത്സ്യന്മാർ വിയിൽ തുടങ്ങുന്ന മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ TVK നേതാക്കൾ തള്ളുകയാണ്. നേരത്തെ വിരുകമ്പാക്കം, വിയിൽ തുടങ്ങുന്ന വിരുകമ്പാക്കത്ത് വിജയ് എത്തുമെന്നായിരുന്നു സൂചനകൾ. പക്ഷെ അത് തള്ളുകയാണ്. ഏതായാലും വേളാച്ചേരി, വിയിൽ തന്നെ തുടങ്ങുന്ന വേളാച്ചേരിയിൽ വിജയ് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഡോക്ടർ അരുൺ. വിനീത, വിയിൽ എത്തിയാൽ വിജയിക്കും. പക്ഷേ K എന്തായാലും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. K ഒരു വലിയ ദുരനുഭവമായിട്ട് നിൽക്കുകയാണ്. അതാണ് കരൂർ എന്നതിന്റെ ഒരു അത് മറികടക്കാൻ കൂടിയായിരിക്കും വിജയുടെ ശ്രമങ്ങൾ. പക്ഷേ നഗര കേന്ദ്രീകൃതമാണ്. മാത്രമല്ല, വിജയുടെ വീടിൽ നിന്ന് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള മണ്ഡലമാണ്. അപ്പോൾ കുറച്ചുകൂടി സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മക്കൾ നീതിമയ്യത്തിന് കിട്ടിയിരിക്കുന്ന വോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്, അതൊരു പ്രലോഭനം കൂടിയാണ്. പി ആർ സുനിൽ നമുക്കൊപ്പമുണ്ട്. പി ആർ സുനിൽ, വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ നോക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. വിജയ് തന്നെ നേരിട്ട് അംഗത്തിനിറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് വെള്ളിച്ചേരിയിലാണെങ്കിൽ അത് വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യ മത്സരമാണ്. അപ്പോൾ കന്നി അംഗത്തിൽ തന്നെ 50%-ലേറെ വോട്ട് കിട്ടുന്ന മണ്ഡലമായിരിക്കും വിജയ് എടുക്കുക. ഏറ്റവും സേഫ് ആയിട്ടുള്ള മണ്ഡലമായിരിക്കും. ഇപ്പോൾ നേരത്തെ വിനീത പറഞ്ഞതുപോലെ മക്കൾ നീതി മയ്യത്തിനൊക്കെ കിട്ടിയിരിക്കുന്ന വലിയ പിന്തുണ ആ അർത്ഥത്തിൽ വിജയെ സംബന്ധിച്ച് വലിയ പ്രലോഭനമാണ്. എന്താണ് വിജയുടെ നീക്കത്തിനു പിന്നിൽ, പി ആർ സുനിൽ? അരുൺ, തീർച്ചയായും മത്സരിക്കുക എന്നത് TVKയെ സംബന്ധിച്ച് ഒരു ആവേശമാകും. TVK അണികൾക്ക്, വിജയുടെ ആരാധകർക്കൊക്കെ തന്നെ വിജയ് മത്സര രംഗത്തേക്ക് വരുന്നു എന്നത് തീർച്ചയായും ആവേശം നൽകുന്ന കാര്യം തന്നെയാകും. അപ്പോൾ വിജയ സാധ്യതയുള്ള മണ്ഡലം എന്ന നിലയിലായിരിക്കാം ഇപ്പോൾ ചെന്നൈ നഗരത്തിലെ ഈ മണ്ഡലം വിജയ് തെരഞ്ഞെടുക്കുന്നത്. വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവിടെ മക്കൾ നീതി മയ്യത്തിനൊക്കെ തന്നെ കിട്ടിയിട്ടുള്ള നേരത്തെയുള്ള വോട്ടുകൾ കണക്കാക്കുമ്പോൾ വിജയ്ക്ക് അവിടെ സാധ്യതകൾ ഉണ്ടാകും. ഏതായാലും തമിഴ് രാഷ്ട്രീയത്തിൽ വിജയുടെ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ AIADMK ദുർബലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ DMKയെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായി നേരിടാൻ പോകുന്ന ഒരു പാർട്ടി TVK തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ വിജയുടെ നീക്കങ്ങൾ വളരെ നിർണായകമാണ്. എത്രത്തോളം അത് DMK വോട്ടുകളെ ദുർബലപ്പെടുത്തും, DMKക്ക് ക്ഷീണമാകും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏതായാലും വലിയ പാർട്ടികളായ കോൺഗ്രസ് ആയാലും BJP ആയാലും, അത് തമിഴ്നാട്ടിന് പുറത്താണ് ആ പാർട്ടികൾ. അപ്പോൾ ആ പാർട്ടികൾ വളരെ ശ്രദ്ധാപൂർവമാണ് തമിഴ്നാട്ടിലെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്. 67-ന് ശേഷം കോൺഗ്രസിന് തല ഉയർത്താൻ തമിഴ്നാട്ടിൽ സാധിച്ചിട്ടില്ല. BJP ആണെങ്കിൽ ഏത് വിധേനയും തമിഴ്നാട്ടിലേക്ക് കയറാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ സജീവമായി ആലോചിച്ചു വരികയാണ്. പക്ഷേ ഇപ്പോഴും BJP എന്നത് തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൽഹി പാർട്ടിയാണ്, ഒരു ഹിന്ദി പാർട്ടിയാണ്, പുറത്തുള്ളൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ തമിഴിലെ ഒരു ദ്രാവിഡ സംസ്കാരം, ദ്രാവിഡ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടി
പാർട്ടിയാണ്. അതുകൊണ്ട് BJP-യെ ഉൾക്കൊള്ളാൻ ഇതുവരെ തമിഴ്നാട്ടിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല. പെരിയാറും അണ്ണാദുരയും അതുപോലെ കരുണാനിധിയും MGR-ഉം ഒക്കെ തന്നെ നയിച്ച രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ എതിരാളി DMK-ക്ക് ഇപ്പോഴും വിജയ് തന്നെയാണ്. അപ്പോൾ വിജയ് വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ആസൂത്രണത്തോടുകൂടി വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ തന്നെയായിരിക്കാം ഒരുപക്ഷെ വിജയ് തമിഴ്നാട്ടിലാകെ TVK-യുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പോകുന്നത്. എന്തായാലും തമിഴ് രാഷ്ട്രീയം ഇത്തവണ വളരെ ശ്രദ്ധേയമായിരിക്കും ഒരു ദേശീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പോലും. ഓക്കെ, വിനീതയിലേക്ക് ഒരിക്കൽ കൂടി. വിനീത, കൂടുതൽ താരങ്ങൾ വിജയ്ക്ക് വേണ്ടി വെളാച്ചേരിയിൽ എത്താനുള്ള സാധ്യതയുണ്ടോ? ഡോക്ടർ അരുൺ, ഏതായാലും മുന്നണികളിലേക്കൊന്നും തൽക്കാലം ഇല്ല എന്ന് വിജയ് തീരുമാനിച്ചതോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന TVK തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ വിജയ്ക്കൊപ്പമുള്ള കൂടുതൽ സിനിമാ താരങ്ങളെ മത്സരരംഗത്തേക്ക് ഇറക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃഷ, ജയം രവി തുടങ്ങിയവരുടെ പേരുകളൊക്കെ സജീവമായി തന്നെ പരിഗണനയിലുണ്ട്. മാത്രമല്ല കൂടുതൽ വനിതകളായിട്ടുള്ള താരങ്ങളെ, പ്രധാന നടിമാരല്ലെങ്കിൽ പോലും വനിതകളായുള്ള താരങ്ങളെ കൂടി മത്സരരംഗത്തേക്ക് ഇറക്കും. അത് നഗരകേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലൊക്കെ അത്തരം താരങ്ങൾ വരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല യുവാക്കൾക്കിടയിൽ ഒരു സർവേ നടത്തി അതിൽ നിന്നും കണ്ടെത്തുന്ന ആളുകളെ കൂടി മത്സരരംഗത്തേക്ക് എത്തിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും പ്രചാരണത്തിന് തമിഴ് രാഷ്ട്രീയത്തിൽ TVK വലിയൊരു ശക്തിയായി മാറുമ്പോൾ വിജയ്ക്കൊപ്പം നിൽക്കുന്ന സിനിമാ താരങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കും. ഒരു താരപ്രചാരണത്തിന് തന്നെയാണ് വിജയ് കളമൊരുക്കുന്നത് എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ, ഓക്കെ, വേളാച്ചേരിയിലേക്ക് വിജയ് ഇറങ്ങാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. താങ്ക് യു വിനീത, താങ്ക് യു PA സുനിൽ. പ്രിയപ്പെട്ടവരെ,